അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. സമയം രാവിലെ 7 മണി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഫുള്ളായിട്ട് കഴിഞ്ഞ വീക്ക് ഓഫിൽ വാഗമൺ വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മിനി ട്രാവൽ വ്ലോഗാണ്. അങ്ങനെ രാവിലെ 7 മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തിരിച്ചു. അതിനുശേഷം വാഗമൺ എത്തി. അപ്പോൾ ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ അങ്ങോട്ടേക്ക് തിരിച്ചു. ആക്ച്വലി ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. വണ്ടി ഇങ്ങനെ ഭയങ്കര സ്ലോയിൽ മൂവായി പോകുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് പറ്റാവുന്ന അത്ര വിഷ്വൽസൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നിങ്ങൾക്ക് കാണാമല്ലോ, നല്ല ബ്ലോക്കായിരുന്നു. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം കുറേ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസൊക്കെ നമ്മൾ കണ്ടു. ഞാൻ മെയിൻലി പാരാഗ്ലൈഡിങ് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ പോയത്. എനിക്കത് കയറണമെന്ന് ഭയങ്കര ആഗ്രഹത്തിൽ പോയതാണ്. ഭയങ്കര തിരക്കായിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അവിടുത്തെ ടിക്കറ്റ്സ് എല്ലാം ബുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പൈൻ ഫോറസ്റ്റിലേക്ക് പോയിട്ടോ. അപ്പോൾ പോയ വഴിയിലുള്ള കുറച്ച് ഷോപ്പിംഗ് കാഴ്ചകളാണ്. ഞങ്ങൾ ആക്ച്വലി ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നേരെ നടന്ന് പൈൻ ഫോറസ്റ്റിലെത്തി. പിന്നെന്താ, അവിടെ കുറേ ഫോട്ടോസും വീഡിയോസും റീൽസിന് വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ എടുക്കായിരുന്നു. അങ്ങനെ ഒരു സൈഡിൽ ഉമ്മായും വാപ്പായും അവൻ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ എൻ്റെ ബാക്കിൽ നിന്ന് ഉമ്മായും വാപ്പായും കൂടെ ഹായ് പറയുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതൊക്കെയായിരുന്നു പൈൻ ഫോറസ്റ്റിലെ വിശേഷങ്ങൾ. പിന്നെ അതിനുശേഷം ഞാൻ അവിടുന്ന് ഒരു കിഡിലോസ്കി കണ്ണാടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾക്ക് കാണാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആക്ടിവിറ്റീസിന് അവിടെ പോയി. ഞാനും അവനും കൂടെ ജൈൻറ്റ് സ്വിങ്ങിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി അത്രയും പൊക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ ഒരു നിർബന്ധം മാത്രമാണ് കേട്ടോ അത്രയും നമ്മൾ ഹൈറ്റിൽ പൊങ്ങിയത്. എന്നിട്ട് അവർ പറയാതെ റോപ്പം കട്ട് ചെയ്ത് വിടുമായിരുന്നു. അതിനുശേഷം നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഉമ്മായിക്ക് ഭയങ്കര പേടിയായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ. അതുമല്ല നല്ല ഭയങ്കര കാറ്റടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കാറ്റ് കാരണം അവർ കുറേ സമയം അതിനകത്ത് നമ്മളെ നിർത്തുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഒരു കുറച്ച് സമയം ഒരു 5 മിനിറ്റിൽ തികച്ച് നമുക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. നല്ല വെയിലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു മെഴ്സിലിയുടെ ഷോപ്പ് ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് നമ്മൾ ഫുഡായിട്ട് വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മെഴ്സിലിയുടെ ഐസ്ക്രീം ഷോപ്പിലും നിങ്ങൾക്ക് കാണാം നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയിട്ട് 2 മാംഗോ ബാറും പിന്നെ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ കോൺ ടോപ്പും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് വേണം പറയാൻ. അത്രയും തിരക്കിനിടയിൽ ആ ഷോപ്പിൽ നിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഉമ്മായിക്കും അവനും മാംഗോ ബാർ കൊടുത്തിട്ട് ഞാൻ പാഷൻ ഫ്രൂട്ടിൻ്റെ കോൺ ടോപ്പ് എടുത്തു. അതിനുശേഷം നമ്മൾ അവിടുത്തെ ഒരു ഫ്ലവർ ഗാർഡനിലേക്ക്, ആക്ച്വലി റോസ് ഗാർഡൻ എന്തോ ആയിരുന്നു തോന്നുന്നു പേര്, പക്ഷേ റോസ് മാത്രമല്ല വൈഡ് വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. ഞാൻ ആദ്യം നിൽക്കുന്നത് ആന്തൂറിയത്തിൻ്റെ ഒരു പലതരം ഞാൻ കണ്ടിട്ടില്ലാത്ത തരം ആന്തൂറിയംസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഷെഡിലായിരുന്നു. അതിനുശേഷം പിന്നെ ഓർക്കിഡ്സ്, പിന്നെ എനിക്ക് പേരൊന്നും അറിയില്ല, കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഇതാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ്, സക്യുലൻസും കാക്ടസ് എന്നൊക്കെ പറഞ്ഞത് എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ കുറേ വൈഡ് വെറൈറ്റീസ് കാണാൻ പറ്റി. അതിനുശേഷം സെയിലിനായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ 1-2 പ്ലാന്റ്സ് അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുറച്ചിപ്പുറം തന്നെ ഹിൽസ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് അവിടെയും എന്തോ ഒരു ഫ്ലവർ ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അവിടെയും ഞാൻ ആദ്യമേ പോയത് കുറച്ച് സക്യുലൻസും കാക്ടസും നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം തൊട്ടടുത്ത് തന്നെ ഒരു ഓർക്കിഡ് ഫാം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് കൂടെ പോയിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന വഴിയിലൊരു തേയിലത്തോട്ടം കണ്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ എന്ന് പറയണം, നല്ല ഭംഗിയായിരുന്നു കേട്ടോ അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെയൊക്കെ കണ്ട് അതിൻ്റെ അടുത്തായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് കേട്ടോ. ഭയങ്കര ക്ലിയർ ആയിട്ടിരിക്കുകയാണ് ആ വെള്ളം. ഭയങ്കര ക്ലിയർ എന്ന് പറഞ്ഞാൽ പക്ക ക്ലിയറാണ്. അതിനകത്ത് നിറയെ മീനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ വാഗമൺ വിശേഷങ്ങൾ. അതിനുശേഷം സൺസെറ്റൊക്കെ ആയി ഞങ്ങൾ നേരെ തിരിച്ചു. അപ്പോഴത്തേക്കിനും നല്ല മഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൺസെറ്റൊക്കെ കണ്ട് നമ്മൾ അതുവഴി പാസ് ചെയ്തു. കുട്ടിക്കാനം എത്തി. കുട്ടിക്കാനത്ത് നിന്ന് ഒരു ടെയില എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിലായിരുന്നു നമ്മൾ വൈകിട്ട് ഒരു കോഫി കുടിക്കാൻ എന്ന് കരുതി ഇറങ്ങിയത്. കയറിയപ്പോൾ തന്നെ മുള വെച്ചുണ്ടാക്കിയ ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ ആദ്യം ഞാനിങ്ങനെ ശ്രദ്ധിച്ചത്. ഒരു വെറൈറ്റി ഉണ്ടായിരുന്നില്ലേ കാണാൻ. അപ്പോൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ ആ റെസ്റ്റോറൻറ്റ്. അവിടെ കൂടുതലും പേസ്ട്രീസും അല്ലാത്ത നമ്മുടെ ജ്യൂസും ഷേക്സും ഒക്കെ ആയിരുന്നു.
അങ്ങനെ പിന്നെന്താ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആംബിയൻസ് ഒരു അടിപൊളി നൈസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ബീഫ് പൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഹോട്ട് ചോക്ലേറ്റും കോഫീസും. പിന്നെ കഴിക്കാനായിട്ട് ആ സമയത്ത് വേറെ വലുതായിട്ട് ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 8 മണിക്ക് ശേഷമേ അവിടെ വലിയ അല്ലാത്ത രീതിയിൽ ഫുഡുകളൊക്കെ ആയി തുടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ബീഫ് പൈയും പിന്നെന്താ നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ വെച്ച് നമ്മുടെ ഡിന്നർ തൽക്കാലം ഒതുക്കി എന്ന് വേണം പറയാൻ. ആക്ച്വലി നമ്മൾ ഉച്ചയ്ക്ക് ചോറുണ്ണാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഫുഡിങ് വിശേഷങ്ങൾ. ആക്ച്വലി ഞാൻ അതിൻ്റെ മുന്നിലിരുന്ന് സംസാരിച്ചും വീഡിയോ എടുത്തും എൻ്റെ കോഫി അങ്ങ് തണുത്തു പോയിട്ടോ, അതാണ് ഞാൻ പറയണേ. അങ്ങനെ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ, കാഴ്ചകൾ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഏകദേശം ഒരു സന്ധ്യയ്ക്ക് 7:30 ആയെന്ന് തോന്നുന്നു. 7:30 8 മണിയൊക്കെ ആകാറായപ്പോഴാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ അടിപൊളി ഫുഡൊക്കെ ആയിരുന്നെങ്കിലും നല്ലൊരു യമണ്ടൻ ബില്ല് നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിനുശേഷം നമ്മൾ നേരെ തിരിച്ചു. അത് കഴിഞ്ഞ് കുട്ടിക്കാനം അങ്ങോട്ട് തിരിയുന്ന വഴി ഒരു ചെറിയ വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു. ആ മിനി വാട്ടർഫോൾസിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര രാത്രി ആയതുകൊണ്ട് തന്നെ ഭയങ്കര വീഡിയോയ്ക്ക് ക്ലാരിറ്റി അത്ര പോരാ. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുകയാണ്. ഇന്നത്തെ മിനി ട്രാവൽ വ്ളോഗ് വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പം എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ ബൈ.